ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് മലയാളം. അപ്സ്റ്റോക്സ് എന്ന സ്റ്റോക്കിംഗ് ബ്രോക്കറെ പറ്റിയിട്ട് മിക്കവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ അതിൽ പുതിയതായിട്ട് അക്കൗണ്ട് എടുത്ത കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്സ്റ്റോക്സിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്സ്റ്റോക്സിൽ അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇതാണ് അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ. ഞാൻ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ഓപ്പണായി. ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. നമുക്കങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പാസ്വേഡോ അല്ലെങ്കിൽ ഒരു ആറക്ക പിന്ന് കൊടുത്തിട്ടൊക്കെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് നോക്കാം, ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. എഫ് ആൻഡോ, സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്, IPO, അഡ്വൈസറി, MTF, NCDs, ന്യൂസ്, ചാർട്ട് 360, പിന്നെ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് ആ മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ FD ഇടാൻ പോലും നമുക്ക് അവിടെ പറ്റും കേട്ടോ. 8.2% റിട്ടേൺ. ഇത് 9.25% ഒരു ഇത് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചുകൊണ്ടാണ്. അത് അപ്സ്റ്റോക്സിലല്ല, അത് ഏഞ്ചലിലായിരുന്നു കേട്ടോ. അപ്സ്റ്റോക്സിന് ചിലപ്പോൾ വന്ന് കാണണം, ഞാനന്ന് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് കൊണ്ട് ഇപ്പോൾ ഏഞ്ചലിലും ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല. കാരണം ഞാൻ 9.25% ഉള്ളപ്പം ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. അതുപോലെ ഗോൾഡ്, IPO, NCDs ആൻഡ് ബോൺഡ്സ്. പിന്നെ ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഭാഗം, ലൈഫ് ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ്, ബൈക്ക് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, യുവർ പോളിസി, നമ്മൾ എടുത്തിട്ടുള്ള പോളിസികൾ. പിന്നെ ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ NPS, പിന്നെ കോഴ്സസും വെബിനാറും ഉണ്ട്. ഇത് ഇന്നാൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഴ്സസ് ആൻഡ് വെബിനാർസ്. അപ്പോൾ അത് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പഠിക്കണമെങ്കിൽ മലയാളത്തിലല്ല കേട്ടോ, ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഈ ലാംഗ്വേജിലാണ്. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ പഠിക്കാം. പിന്നെ അവരുടെ യൂട്യൂബ് ചാനൽ, ടെലിഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഹോം, മൈ, ലിസ്റ്റ്, ഓർഡേഴ്സ്, പോർട്ട്ഫോളിയോ, ഫണ്ട്സ്. എന്തായാലും ട്രേഡ് ചെയ്യണമെങ്കിൽ ഫണ്ട് ഇടണമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഫണ്ട് ഇടേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഈ താഴെ ഫണ്ട്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ടോട്ടൽ ക്യാഷ് എത്രയുണ്ടെന്നും ട്രേഡ് ചെയ്യാനായിട്ട് എത്രയുണ്ടെന്നും. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടോട്ടൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് ട്രേഡുകൾ ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ മാർജിൻ കുറയും. നമ്മൾ ഇന്ന് ഉപയോഗിച്ച ക്യാഷ് മൊത്തമായിട്ട് അടുത്ത ട്രേഡിന് ഉപയോഗിക്കാൻ പറ്റില്ല. പണ്ടത്തെ ഒരു റൂൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, അതിൽ 20% കുറച്ചിട്ടേ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ അതാണ് നമ്മൾ അവൈലബിൾ ടു ട്രേഡ് എത്രയുണ്ടെന്ന് ഉള്ളത്. പിന്നെ മാർജിൻ എത്ര മാർജിൻ യൂസ് ചെയ്തു, പിന്നെ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ പിന്നീട് പോകാം കേട്ടോ. അത് കുറേ നാൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാകും, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇത് കണ്ടോ, മാർജിൻ ഫ്രം പ്ലെഡ്ജ്. അതായത് പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നമുക്ക് മാർജിൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും? ഇക്വിറ്റി ഡെലിവറി പറ്റും, ഇക്വിറ്റി ഇൻട്രാഡേ പറ്റും, F&O, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ അവൈലബിൾ ടു പ്ലെഡ്ജ് ഇത് കണ്ടോ, 6 ലക്ഷത്തി സംതിങ് നമുക്ക് പ്ലെഡ്ജ് ചെയ്യാം. വേണമെങ്കിൽ പ്ലെഡ്ജ് ചെയ്യാം. പ്ലെഡ്ജ് ചെയ്യുമ്പോൾ ഒരു ചാർജുണ്ട്. ഒരു സ്റ്റോക്കിന് 20 രൂപ. എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും വിഷയമില്ല, പക്ഷേ ഒരു സ്റ്റോക്കിന് 20 രൂപ ചാർജ്. കോമൺലി എല്ലായിടത്തും അത് തന്നെയാണ് ചാർജ് വരുന്നത്. അപ്പോൾ പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 6 ലക്ഷം രൂപ നമുക്ക് ട്രേഡിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനത് പ്ലെഡ്ജ് ചെയ്തിട്ടില്ല. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആവശ്യമുള്ള ഒരു സമയത്ത് ചെയ്യാവുന്ന കാര്യം ഉപയോഗിച്ചിട്ടില്ല. ഇനി താഴേക്ക് ആഡ് ഫണ്ട്സ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എമൗണ്ട് എത്രയാണെന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 10,000, 20,000, 130, എത്ര എമൗണ്ട് കൊടുക്കുക. ഇനി UPI വഴി, ഞാൻ UPI വഴിയാണ് ചെയ്യുന്നത് കണ്ടോ, പേ UPI. അപ്പോൾ അത് ഫ്രീ ആണ് UPI വഴി ചെയ്യുന്നത്. 2 ലക്ഷം രൂപ വരെ ചെയ്യാൻ പറ്റും. 100 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങ് ചെയ്താൽ മതി, കണ്ടിന്യൂ വിത്ത് UPI ആപ്പ്. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, കാരണം UPI വഴി ചെല്ലുമ്പോൾ സ്ക്രീൻ റെക്കോർഡിങ് നടക്കില്ല. എന്തായാലും അത് വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും പുറകോട്ട് പോയി വിഡ്രോ ചെയ്യാൻ, ഇപ്പോൾ പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ ഇപ്പോൾ 1300 സംതിങ് രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വിഡ്രോ ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. എത്ര എമൗണ്ട്? ഒരു 1000 എമൗണ്ട് അടിച്ചു. നേരെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അത് രാവിലെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ബാങ്കിൽ ഇന്ന് തന്നെ വരും. ഉച്ചയൊക്കെ കഴിഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ പിറ്റേ ദിവസം ബാങ്കിൽ വരും. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഇവിടെ കിടക്കുന്ന ക്യാഷില്ലേ, ഇതിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഫണ്ട്സ് കഴിഞ്ഞു, വളരെ എളുപ്പമാണ്. ഇനി പോർട്ട്ഫോളിയോ, ഇതാണ് പോർട്ട്ഫോളിയോ വിൻഡോ. നമുക്ക് പോർട്ട്ഫോളിയോയിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. പൊസിഷൻസ് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങുന്നതാണ്. ഇവിടെയൊക്കെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പോൾ ഹോൾഡിങ്ങിൽ നമുക്ക് വരാം കേട്ടോ. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, കാണാൻ പറ്റും. ഒന്ന് പൊസിഷൻ, ഒന്ന് ഹോൾഡിങ്. ഹോൾഡിങ്ങിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടുള്ള ഫണ്ട്സുകൾ, കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് സ്റ്റോക്ക്, ETF, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങി വെക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ റിട്ടേൺ നമുക്കിവിടെ കാണാൻ പറ്റും. 1100ഓളം രൂപ ഇപ്പം ലോസിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ, നേരത്തെ മേടിച്ചിട്ടാണ്. അതുപോലെ തന്നെ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നിവിടെ കാണുന്നുണ്ട്. 4,24,000 സംതിങ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള വാല്യൂ 6,10,000 രൂപയാണ്. കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റ് ഡൗൺ ആണ് കേട്ടോ, ഇതിലും കൂടുതലുണ്ടായിരുന്നു.
ടോട്ടൽ റിട്ടേൺ 1.86 ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. 1,86,000. പിന്നെ ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കുകൾ കാര്യങ്ങൾ ഏതൊക്കെ സ്റ്റോക്കുകളുണ്ട് ഇതൊക്കെ കാണാൻ പറ്റും. നഷ്ടത്തിലുള്ള ഈ റെഡ് കളറിലുള്ളത് നഷ്ടത്തിലുള്ള സ്റ്റോക്കുകളാണ്. ഗ്രീൻ കളറിലുള്ളത് ലാഭത്തിലുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാൻ പറ്റും. മാർക്കറ്റ് കുറച്ച് ഡൗണും കൂടെ ആയതുകൊണ്ട് കുറച്ച് സ്റ്റോക്കുകൾ നഷ്ടത്തിലുമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോർട്ട്ഫോളിയോയുടെ കാര്യം. ഇനി പ്ലെഡ്ജ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ സൈഡിൽ ഓൾ 17 എന്ന് കാണിക്കുന്ന 17 സ്ക്രിപ്റ്റുകളുണ്ട്. അതാണ് ഈ ഓൾ 17 കാണിക്കുന്നത്. പ്ലെഡ്ജ് ചെയ്തത് ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ 6 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് ഫണ്ട് വരും എന്നും കാണിക്കുന്നുണ്ട്. 6 ലക്ഷം രൂപ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കാം. ഈവൻ അത് സിങ്ങിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇക്വിറ്റി ഡെലിവറിക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഹൗ ടു ഗെറ്റ് മാർജിൻ, ഈ പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് മാർജിൻ കിട്ടുന്നുള്ള വീഡിയോ ഈ താഴെയുണ്ട്. വൈ പ്ലെഡ്ജ് വിത്ത് അപ്സ്റ്റോക്സ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ലേൺ മോറൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കും. അത് ചെയ്യുന്ന സമയത്ത് പഠിച്ചാൽ മതിയാവും. ഇനിയിപ്പോൾ ഈ പൊസിഷൻ അല്ലേ, ഇവിടെ പൊസിഷനുണ്ട്. അപ്പോൾ ഈ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ F&O ട്രേഡ് ഫ്യൂച്ചറും ഓപ്ഷനും ചെയ്തിട്ടുണ്ടെങ്കിലോ ഈ വിൻഡോയിൽ കാണും, ഇവിടെ കാണും കേട്ടോ. ഇനിയിപ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കണ്ടേ, അത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫണ്ട് കുറവാണ്, 1000 ചില്ലുവാനുമാണ് ഫണ്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു വാങ്ങൽ നടക്കും. അത്രയും ചെറിയ ക്വാണ്ടിറ്റി വാങ്ങാൻ താല്പര്യമില്ല. ഞാനപ്പോൾ ഒന്ന് ഫണ്ട് ഇതിൽ കയറ്റട്ടെ. അതിനുശേഷം നമുക്ക് സ്റ്റോക്ക് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫണ്ട് കയറ്റാനായിട്ട് ഒന്നുമില്ല. ഈ ഫണ്ട്സിൽ പോകുന്നു, ഇവിടെ കേട്ടോ താഴെ ഫണ്ട്സിൽ പോകുന്നു, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ഫണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഒരു 25,000 രൂപ കയറ്റാനായിട്ട് നോക്കുന്നുണ്ട്. UPI വഴിയാണ് കയറ്റുന്നത്. ഇനി ഞാൻ കയറ്റി കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ. കാരണം UPIയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഗൂഗിൾ പേയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫണ്ട് ഇട്ടിട്ടുണ്ട്. ഇട്ട അപ്പം തന്നെ വരും കേട്ടോ, ഒരു മിനിറ്റൊന്നും വേണ്ട. UPI വഴി ഒരു ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വരും. 25,000 രൂപ ഇട്ടു. അപ്പോൾ നമ്മുടെ ടോട്ടൽ ബാലൻസ് 26,323 ഉണ്ട്. ഇനി നമ്മൾ എങ്ങനെ ഓർഡറിലേക്ക് പോകാം, വാച്ച് ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാം, ആ സാധനങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹോമിലേക്ക് ഒന്നും കൂടെ പോകുന്നു. ഈ ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മുകളിലത്തെ വിൻഡോ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. താഴേക്ക് കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ അഡ്വൈസറി എന്ന് പറഞ്ഞ് ഇത് പുതിയ ഒരു ഓപ്ഷനാണെന്ന് തോന്നുന്നു. അത് കിടന്ന് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അഡ്വൈസറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ കിടക്കുന്ന സംഭവങ്ങൾ. അതായത് ഇവർ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ടിപ്സ് തരും. ആ ടിപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. ഫ്യൂച്ചറിൻ്റെ ഉണ്ട്, പുട്ട് ഓപ്ഷൻ, നിഫ്റ്റിയുടെ പുട്ട് ഓപ്ഷൻ ഉണ്ട്, SBI കാർഡ് അത് കോൾ ഓപ്ഷനാണ്, അതുപോലെ ചോളാഫിൻ. അപ്പോൾ ഇത് എത്ര ശതമാനം നമുക്ക് റിട്ടേൺ പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ 106.30% പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം ഇവിടെ ബൈ പ്രൈസ്, എൻട്രി പ്രൈസ് 8 ആണ്, ടാർഗറ്റ് 13 ആണ്, സ്റ്റോപ്പ് ലോസ് 5 ആണ്. അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസും കൂടെ വെച്ചിട്ടായിരിക്കും അല്ലേ. അപ്പോൾ 3 പോയിൻ്റാണ് റിസ്ക് ഉള്ളത്. റിവാർഡ് എത്ര പോയിൻ്റാണ്? 5 പോയിൻ്റ് അല്ലേ, 8, 5, 13. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ഈ 106% പൊട്ടൻഷ്യൽ വന്നത്. റിസ്ക് 3 പോയിൻ്റ്, റിവാർഡ് 5 പോയിൻ്റ്, അങ്ങനെ ആയിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ചോളാഫിൻ 8.10% പൊട്ടൻഷ്യൽ, ഇത് 23% പൊട്ടൻഷ്യൽ നിഫ്റ്റിയുടെ. പിന്നെ ഇങ്ങനെ അത് F&O കേട്ടോ. ഇനി MTFലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഫ്രീ ആണ് കേട്ടോ ഈ ഒരു സംഭവം. MTFലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർജിൻ ട്രേഡിംഗ് ആണ്, അതായത് മാർജിൻ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാം. നേരത്തെ ഞാൻ കാണിച്ചില്ല 6 ലക്ഷം രൂപ വരെ മാർജിൻ എടുക്കാൻ പറ്റുമെന്ന്. അതാണ് ഇപ്പോഴത്തെ വാല്യൂ, അതുവരെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നോക്കിക്കുക, ഇവിടെ ക്യാമ്സിൻ്റെ ഒരു ബൈ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ബൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മാർജിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാം. 3,900-ലാണ് ഇവർ ബൈ പറഞ്ഞത്. ഇപ്പോഴത്തെ 3,909 ബൈ പറഞ്ഞു. പിന്നെ 3,518 സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഇങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിത് കിട്ടും. എത്ര അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 31%. ഒക്കെ ഭീകരമാണല്ലേ. അപ്പോൾ MTFയിൽ അങ്ങനെ എടുക്കാം. ഇത് 176, 179 പറഞ്ഞാണ്, ഇപ്പം 176 ട്രേഡ് ചെയ്യുന്നു. 197 ടാർഗറ്റ്, ഇവിടെ കാണാൻ പറ്റും. NTP ഗ്രീൻ, ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ MTF കഴിഞ്ഞു. ഇനി ഇൻട്രാഡേ, ഇവിടെയുണ്ട് ഇൻട്രാഡേ. 900-ൽ ബൈ പറഞ്ഞതാണ്, 22% പൊട്ടൻഷ്യലോ. ഭയങ്കരം തന്നെ. അതായത് റിസ്ക് ഇത് വെച്ചിട്ടായിരുന്നു. 900-ൽ ബൈ, 945 ടാർഗറ്റ്, 855 സ്റ്റോപ്പ് ലോസ് കണ്ടോ. അപ്പോൾ ബൈ ചെയ്യണേ നേരെ അങ്ങ് ബൈ ചെയ്താൽ മതി കേട്ടോ. നേരെ ഇവിടെ ബൈ ക്ലിക്ക് കൊടുക്കുക, ബൈ ചെയ്യുക. പെർസിസ്റ്റൻ്റ് നോക്കിക്കേ, പെർസിസ്റ്റൻ്റ് 5216 പറഞ്ഞു, 5224 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് ഇത്ര, ഇതിങ്ങനെ. അപ്പോൾ അതാണ് അഡ്വൈസറി. പിന്നെ ഇക്വിറ്റിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. AGI 934 ട്രേഡ് ചെയ്യുന്നു. സുസ്ലോൺ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇക്വിറ്റിയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി കമ്മോഡിറ്റി ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു അഡ്വൈസറി എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് അവർ എങ്ങനെയാണ് ട്രേഡ് സെറ്റപ്പ് ചെയ്തത്, അതിലേതൊക്കെയാണ് വിന്ന്, ഇതൊക്കെ പഠിക്കാനുള്ളവർക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് നല്ല കൺവിൻസ് ആണെങ്കിൽ എടുത്താൽ മതിയല്ലോ. ഒന്നുമില്ലാതെ അവർ ഇത് കൊടുക്കുകയല്ലോ, രജിസ്റ്റേർഡ് ആൾക്കാരല്ലേ. പിന്നെ നമുക്ക് താഴെ പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, ഓക്കെ, പൊസിഷൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഹോൾഡിങ് ഇത് കണ്ടോ,
17 നമുക്ക് നെഗറ്റീവിലല്ലായിരുന്നു. ഇപ്പോൾ അത് പോസിറ്റീവായി കണ്ടില്ലേ. ഇപ്പോൾ 40-45 രൂപ പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതങ്ങനെ ഇപ്പോൾ നെഗറ്റീവായി കണ്ടോ. ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവിലേക്കും വരും. പിന്നെ ട്രേഡിംഗ് നൗ ഇവിടെ കുറേ ഐഡിയാസ് ഉണ്ടല്ലേ. 500 രൂപയ്ക്ക് താഴെയുള്ള സ്റ്റോക്കുകൾ എന്ത് സംഭവമാണെന്ന് നമുക്ക് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സ്റ്റോക്കിനും ഓപ്ഷൻസിനും കമോഡിറ്റിക്കും, അതായത് ഇപ്പോൾ ഓപ്ഷൻസ് ആണ് വേണ്ടെങ്കിൽ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ മാർജിൻ ട്രേഡുകൾ ഇവിടെ കിട്ടും. നിഫ്റ്റിയുടെ പിയും സംഭവങ്ങളും ഒക്കെ സി ഉണ്ട്, വി ഉണ്ട്, അങ്ങനെ ലോ മാർജിൻ ട്രേഡ്. ടോപ്പ് ഗെയിനേഴ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഓപ്ഷൻ്റെ ടോപ്പ് ഗെയിനേഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. മിഡ് ക്യാപ്പ് നിഫ്റ്റിയിലാണ്. മോസ്റ്റ് ആക്റ്റീവ് അത് ഇവിടെ കിട്ടും. നമ്മൾ ഓപ്ഷൻ മാറ്റിയിട്ട് ഇക്വിറ്റി, അതായത് സ്റ്റോക്കിലേക്ക് പോയി കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ സംഭവങ്ങളൊക്കെ കിട്ടും. മോസ്റ്റ് ബോട്ട്, ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ, ടോപ്പ് ഗെയിനേഴ്സ്, ടോപ്പ് ലോസേഴ്സ്, ഓക്കെ. അങ്ങനെ ഫുൾ ലിസ്റ്റ് കാണണമെങ്കിൽ അതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ലിസ്റ്റ് കാണാം. പിന്നെ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അത് മാറാം, ഇങ്ങനെ മാറ്റാം, അത് അങ്ങനെ ചെയ്യാം. താഴെ അഡ്വൈസറി കാണാം. വ്യൂ ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള വിൻഡോയിലേക്ക് പോകും. അത് ഇവിടെ നിന്നും പോകാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ഇനി അടുത്ത ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ട്രേഡിംഗ് കമ്മോഡിറ്റി, അതെല്ലാം അഡ്വൈസറി തന്നെയാണല്ലോ. ഞാനൊന്നും കൂടെ ഹോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. മാറുന്നില്ല. ഇതാ ഇവിടെ കമ്മോഡിറ്റിയിലേക്ക് വരുമ്പോൾ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഗോൾഡ്, സിൽവർ അതിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് അവിടെയെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഈ അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തു. അറിയാതെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ, മൈ അക്കൗണ്ട്, പ്രൊഫൈൽ, റിപ്പോർട്ട്, ആക്ഷൻസ്, മൈ അലർട്ട്, അവിടെയൊന്നുമില്ല. ട്രേഡിംഗ് സെഗ്മെൻറ്റ് F&O, MCXും ഇക്വിറ്റിയും ഒക്കെ ആക്റ്റീവാണ്. ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് F&O ഒക്കെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. എൻ്റെ ഇതിൽ ആക്ടിവേറ്റ് ചെയ്തില്ല എന്ന്. ഞാൻ ആക്ച്വലി 5-6 അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ എണ്ണത്തിൽ F&O ഒക്കെ ആക്ടിവേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആ വിൻഡോ ഉണ്ട്. ഇത് ഞാൻ ക്ലിക്ക് ചെയ്തത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഇനി ഒരു ബൈ സെൽ, അതായത് എങ്ങനെ ബൈ ചെയ്യാൻ സെല് ചെയ്യാന്നുള്ളത്. മൈ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ മൈ ലിസ്റ്റ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ലിസ്റ്റാണ്. ഇത് പണ്ടും കണ്ട് സേവ് ചെയ്ത് വെച്ചാൽ തോന്നുന്നു. അത് നമുക്കിവിടെ കാണാൻ പറ്റും. എന്നാൽ ഇൻഡീസ് എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട് മുകളിൽ. ഇവിടെ 7 സ്ക്രിപ്റ്റ് അതിലുണ്ടെന്നും ഇവിടെ മാനേജ് എന്നും ഇവിടെ ഒരു പ്ലസ് ബട്ടനും ഉണ്ട്, കണ്ടില്ലേ. അപ്പം ഞാൻ ക്ലിക്ക് ചെയ്ത് എവിടെയാണെന്നൊന്നും കൂടെ ഇൻഡീസസ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. മാനേജ്, ഒരു പ്ലസ് ബട്ടൺ. ആ പ്ലസ് ബട്ടനെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെയിം യുവർ ന്യൂ ലിസ്റ്റ്. ഓക്കെ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം. പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കിയാണ്. ഒരു മിനിറ്റ്. മൾട്ടി ബാഗർ എന്നൊന്നും ഇപ്പോൾ കൊടുക്കണ്ട അല്ലേ. ഇപ്പോൾ അനലൈസ് ചെയ്യാൻ സമയമില്ല. മൾട്ടി ബാഗർ എന്ന് ഉദ്ദേശിച്ച് ഞാനൊരു സ്റ്റോക്ക് ഇങ്ങനെ ഇത് സാധാരണഗതിയിൽ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ തൽക്കാലം പേര് കൊടുക്കും. ഇപ്പോൾ വീഡിയോയിൽ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ പോകണ്ട. മൾട്ടി ബാഗർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഇപ്പം ഞാനൊരു വാച്ച് ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേര് രാജേഷ് എന്ന് കൊടുത്തു. ആഡ് സ്ക്രിപ്റ്റ്. ഇതിൽ എനിക്കിഷ്ടമുള്ള ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് ഇനി നോക്കണ്ട കേട്ടോ, നന്നായിട്ട് കയറിപ്പോയി. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് തന്നെയാണ് AGI ഇൻഫ്ര അല്ലേ. AGI ഇൻഫ്ര. എൻ്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി, AGI ഇൻഫ്ര, AGIIL അങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക. AGI ഇൻഫ്ര ലിമിറ്റഡ് എന്നാണ്. അപ്പോൾ ഞാൻ വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ സ്റ്റോക്ക് ആഡ് ചെയ്യാനായിട്ട്. ഞാൻ ക്ലോസ് ചെയ്യുവാണേ. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം ഇവിടെ പോർട്ട്ഫോളിയോയിൽ കാണാൻ പറ്റും ആ ഒരു സ്റ്റോക്ക്. ഇതെവിടെയാണ് പോയേക്കുന്നത്? പോർട്ട്ഫോളിയോയിൽ പോയിട്ട് ഹോൾഡിങ് ഓൾ ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൽ കിടക്കണം കണ്ടോ, AGIL. ഇപ്പോൾ അതൊരു 4000 ചില രൂപ പ്രോഫിറ്റിലാണ്. ഇതും അല്ല ശരിക്കും പറഞ്ഞാൽ, ഇതിപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോയി. ഞാൻ ഇതിലും താഴെ എന്ന് വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതെപ്പോഴോ ഒന്ന് വിൽക്കേണ്ടി വന്നു. ഇത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ വിൽക്കുന്നില്ല എന്ന് വെച്ചാണ്. അത് വിറ്റിട്ട് കുറച്ച് താഴ്ന്ന ലെവലിൽ നിന്ന് മേടിക്കാൻ ഉദ്ദേശിച്ചാണ്. പക്ഷേ അത് വിറ്റ് കഴിഞ്ഞിട്ട് താഴ്ന്നില്ല. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ നമ്മൾ മൈ ലിസ്റ്റിലാണ് പോയിരിക്കുന്നത്. വാച്ച് ലിസ്റ്റാണ് അവിടെയുള്ളത്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജേഷ് എന്ന് പറഞ്ഞ ഒരു വാച്ച് ലിസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, അതിൽ AGIL എന്ന് പറയുന്ന സ്റ്റോക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആ സ്റ്റോക്കിൻ്റെ കഥകളിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇത് താന്ന് കിട്ടിയാൽ എനിക്ക് കുറച്ചും കൂടെ താല്പര്യമുണ്ട്. ഞാൻ വാങ്ങും എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ. അപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. എന്തിനാണ് ഞാൻ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തത്? അടുത്ത ഒരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാനായിട്ട്. എനിക്ക് ഹുണ്ടായി മോട്ടോഴ്സ് ഒരു ഇഷ്ടമുണ്ട്. ഹുണ്ടായി കണ്ടോ, ഹുണ്ടായി ഇത് എനിക്കൊരു ഇഷ്ടമുണ്ട്, ഈ ഒരു ഹുണ്ടായി മോട്ടോഴ്സ്. സോ ഇത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ. ഇവിടെ ഈ താഴെ നോക്കി ബൈ സെല്ല് കാണാൻ പറ്റും. നമുക്കിവിടെ ബൈ സെല്ല് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞാനത് അടിച്ചിട്ടേ ഉള്ളൂ. അത് ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇവിടെ പ്ലസ് ബട്ടൺ, ഈ സൈഡിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡാകും. രാജേഷ് എന്ന് പറയുന്ന വാച്ച് ലിസ്റ്റ് ആഡായിട്ട് 100 സ്റ്റോക്കുകൾ അവിടെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഹുണ്ടായി. ഇനിയിപ്പോൾ ഇതിൽ ബൈ ചെയ്യണമെങ്കിൽ നേരെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർട്ട് വന്നു. ഇവിടെ
ചാർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഡെയിലി ചാർട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ കണ്ടോ ഇവിടെ ബൈ എന്ന് പറയുന്ന ഓപ്ഷനും ഇവിടെ സെല്ല് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. ഞാൻ ബൈ എന്നുള്ള പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സാധനങ്ങൾ കണ്ടോ. ഇത് MTF ഉപയോഗിച്ച് ബൈ ചെയ്ത് കഴിഞ്ഞാൽ 768 രൂപ മതി ഒരു ഷെയറിന് ഇവിടെ കാണിക്കുന്നുണ്ട് കണ്ടോ. MTF ഞാൻ MTFിൻ്റെ വീഡിയോ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് MTF ഉപയോഗിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. അത് വാങ്ങാനായിട്ട് അത്രയും സംഭവങ്ങൾ മതി എന്നുള്ളതാണ്. 71% മുകളിൽ ഫണ്ട് നമുക്ക് അലൗഡാണ് MTF ഉപയോഗിച്ച് വാങ്ങുമ്പോൾ. ഓക്കെ, അപ്പോൾ MTF ഉപയോഗിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഇൻട്രസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല അത് എത്ര പെർസെൻറ്റേജ് ആണ്. അവിടെ പോയി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ നോക്കിയില്ല. സാധാരണഗതിയിൽ 12%, 15% ഒക്കെ വരാം. അപ്സ്റ്റോക്സിൽ എത്രയാണെന്ന് നോക്കിയിട്ടില്ല. പിന്നീട് വീഡിയോ നിങ്ങൾ പോയി നോക്കിയാൽ മതി. അപ്പോൾ വാങ്ങുന്ന സംഭവമാണ്. ഇവിടെ റെഗുലർ എന്ന് പറയുന്ന ഭാഗമുണ്ട്, GTT എന്ന് പറയുന്ന ഭാഗമുണ്ട്, MTF എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ റെഗുലർ എന്ന് പറയുന്ന ഭാഗത്തിലാണ് സാധാരണ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ വാങ്ങുന്നത്. റെഗുലർ എന്ന് പറയുന്ന ഭാഗത്താണ്. GTT എന്ന് പറഞ്ഞാൽ 1 വർഷം വരെ ഈ ഓർഡർ ഇട്ട് വെക്കാം. നമുക്ക് GTT നോക്കിയാലോ. കാരണം എനിക്ക് ഈ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ബൈയ് ഞാൻ കുറച്ച് താഴെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ GTT പഠിക്കാം. റെഗുലർ കാണിച്ചിട്ട് നമുക്ക് GTTയിലേക്ക് പോകാം അല്ലേ. റെഗുലർ കാണിച്ചിട്ടോ. അപ്പോൾ നോർമലി നമ്മൾ കടമൊന്നും എടുത്ത് വാങ്ങുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ക്യാഷിനാണ് വാങ്ങുന്നതെങ്കിൽ ഈ റെഗുലറാണ് വേണ്ടത് കേട്ടോ. ഇവിടെ ഇനി എത്രയാണ് ക്വാണ്ടിറ്റി വാങ്ങുന്നത്? ഇനി 2731. നമ്മുടെ കയ്യിൽ 26,000 രൂപയേ ഉള്ളൂ. അപ്പോൾ 10 എണ്ണം വാങ്ങാൻ പറ്റില്ല, 9 എണ്ണം വാങ്ങാം. 9 ക്വാണ്ടിറ്റി ഇട്ടു. അപ്പോൾ 9 അവിടെ ഞെക്കുമ്പോൾ തന്നെ എത്ര രൂപയ്ക്ക് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ എത്ര രൂപ വേണം ഇതിനെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 24,587 രൂപ വേണം ഇത് വാങ്ങാനായിട്ട്. അവൈലബിൾ എത്ര രൂപ അക്കൗണ്ടിലുണ്ട്? 26,000 രൂപ, 26,300 സംതിങ് ഉണ്ട്. സോ നമുക്ക് വാങ്ങാൻ പറ്റും. ഇവിടെ ഒരൊറ്റ സിപ്പ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ബയ്യാം കേട്ടോ. കണ്ടോ, ഇത് മാർക്കറ്റ് എന്ന് പറഞ്ഞ് കണ്ടോ. ഇത് മാർക്കറ്റ് ഓർഡറാണ്. ഇവിടെ സ്വിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ആകും, അതായത് മേടിക്കും. അപ്പോൾ അതിനു മുമ്പ് മാർക്കറ്റ് ഓർഡർ എന്താണ് എന്നുള്ളതും ലിമിറ്റ് ഓർഡർ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നോർമലി നിങ്ങൾ വാങ്ങുമ്പോൾ മാർക്കറ്റിലിട്ട് വാങ്ങിയാൽ മതി. ഈ മാർക്കറ്റ് അതിൽ തന്നെയാണ് കിടക്കുക. കണ്ടോ, ഇവിടെ കിടക്കുന്നതാണ്ടോ, അതിൽ തന്നെയാണ് കിടക്കുന്നത്. അതിന് പകരം ലിമിറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസ് നമുക്ക് മാറ്റി. ഇപ്പോൾ 2731 ട്രേഡ് ചെയ്യുന്നത് അല്ലേ. ഇതിപ്പോൾ 2700 നമുക്ക് വാങ്ങേണ്ടതെങ്കിൽ 2700 ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ. ഇനിയിപ്പോൾ ആ ലിമിറ്റ് എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് ലിമിറ്റ് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ്, ഇതിൻ്റെ പേര് സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് എന്നാണ്. അത് ഞാൻ പിന്നീട്, അത് കുറച്ച് കൺഫ്യൂഷനാണ്, അതുകൊണ്ട് പിന്നീട് വേറെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കേണ്ടത്. നോർമലി വാങ്ങുന്ന ഒരു സംഭവമാണ്. ഈ ബ്രേക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാങ്ങുന്നതാണ് ഈ ഒരു സെറ്റപ്പ് കേട്ടോ. സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. എളുപ്പമാണ്, പക്ഷേ കൺഫ്യൂഷൻ വരും ഉറപ്പായിട്ടും. അതുകൊണ്ട് നമുക്കത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഇനി ഡെലിവറി കണ്ടു, ഇൻട്രാഡേ കണ്ടു. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കുന്നതാണ് ഇൻട്രാഡേ. ഇപ്പോൾ ഇൻട്രാഡേയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇൻട്രാഡേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ ഏകദേശം ഒരു 5 ഇരട്ടിക്ക് വരെ സ്റ്റോക്ക് വാങ്ങാനായിട്ട് പറ്റും. എല്ലാ സ്റ്റോക്കും അല്ല, നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ, ലിക്വിഡിറ്റി ഒക്കെ കുറഞ്ഞ സ്റ്റോക്കുകൾ നമുക്ക് ഇൻട്രാഡേയിൽ അങ്ങനെ 5 ഇരട്ടി ലീവറേജ് കിട്ടില്ല. അതിന് പറയുക ലീവറേജ് എന്നാണ് കേട്ടോ. ലീവറേജ് ഉപയോഗിച്ച് 5 ഇരട്ടി. പക്ഷേ ഇൻട്രാഡേയിൽ ട്രേഡ് ഇന്ന് ക്ലോസ് ആക്കണം. ഇപ്പോൾ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് 3 മണി വരെയാണ് എനിക്കുള്ള സമയം. ആ 3 മണിക്കുള്ളിൽ ആ ട്രേഡ് ഇപ്പോൾ വാങ്ങുവാണെങ്കിൽ അത് വിൽക്കണം. ഇപ്പോൾ ഇൻട്രാഡേ ആണ് എനിക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങാം എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു 5 ഇരട്ടി 9×5 45 നോക്കാം. 45. ഇപ്പോൾ 45 പറ്റിയല്ല, അത്രയും പറ്റിയല്ല. 9×5 45 ആണോ? അത്രയും പറ്റില്ല. ചില സ്റ്റോക്കുകൾക്ക് 4 ഇരട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 30 ക്വാണ്ടിറ്റി ഞാൻ അടിക്കട്ടെ. 30ഉം പറ്റില്ല. 18 അടിക്കട്ടെ ഡബിൾ. പ്ലീസ് അൺലോക്ക് ദം ബൈ പ്ലെഡ്ജിങ്. ഓക്കെ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പ്ലെഡ്ജ് ചെയ്യാനാണ് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്താൽ മാർജിൻ തരാമെന്നാണ് അവർ പറയുന്നത്. 45 ഞാനിപ്പം അടിച്ചു. പ്ലീസ് ആഡ് ഫണ്ട്സ് ഓർ അൺലോക്ക് ദം ബൈ പ്ലെഡ്ജിങ് ഹോൾഡിംഗ്. നമ്മുടെ ഹോൾഡിങ്സ് പ്ലെഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ തരാം പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ അങ്ങനെ മേടിച്ചങ്ങ് ഇടുകയും ലോങ് ടൈമിലേക്ക് വെക്കുകയാണ് ചെയ്യാറ് ഈ ഒരു അക്കൗണ്ടിൽ. അതുകൊണ്ടാണ് ഞാൻ അധികം എനേബിൾ ചെയ്യാത്ത. ഇതൊന്നും എനേബിൾ ചെയ്താൽ നമ്മൾ ഇതിൽ പോയി ട്രേഡ് ചെയ്ത് കളിക്കും. അപ്പോൾ ട്രേഡ് ചെയ്ത് വേറെ അക്കൗണ്ട് ഉണ്ട് കളിക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ കളിക്കും. അപ്പോൾ ഇത് അങ്ങനെയൊക്കെ വെക്കും, ലോങ് ടൈമിലേക്കൊക്കെ വെക്കി അനക്കാതെ ഇടും. പിന്നെ വേണമെങ്കിൽ അത്യാവശ്യം പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്യും. എന്തായാലും ഇൻട്രാഡേയുടെ സംഭവം അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഈ ഇൻട്രാഡേയിലേക്ക് വരുമ്പോൾ തന്നെ ഇതിനൊക്കെ സ്പെഷ്യൽ എടുക്കണം എന്ന് തോന്നുന്നത്. ആഡ് കവർ ഓർഡർ. അപ്പോൾ കവർ ഓർഡർ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസും കൂടെ ഉള്ള ഓർഡറാണ്. അത് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇൻട്രാഡേ സെക്ഷൻ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ എടുക്കാം കേട്ടോ. അത് പിന്നീട് ഒരെണ്ണം എടുക്കാം, കൺഫ്യൂഷൻ ആക്കണ്ട. നമുക്ക് ഡെലിവറി സെക്ഷൻ തന്നെ എടുക്കാം. ഡെലിവറി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് ഇന്ന് വാങ്ങിയിട്ട് എന്ന് വേണേലും വിൽക്കാം. നാളെ വിൽക്കാം, നാളെ കഴിഞ്ഞ് വിൽക്കാം, 1 മാസം കഴിഞ്ഞ്, 2 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ്, 20 വർഷം കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വിൽക്കുന്നതിനാണ് ഈ ഡെലിവറി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ വാങ്ങുന്നു, ഫുൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നു, നമുക്ക് എത്ര നാൾ വേണേലും ഹോൾഡ് ചെയ്യാം. ഈ MTFലും ഡെലിവറി വാങ്ങാൻ പറ്റും. അപ്പോൾ അതിന് ലിമിറ്റ്, അതിന് പലിശ വരും അല്ലേ.
അതുപോലെ തന്നെ അതിന് കാലാവധി ഉണ്ടാവും. അപ്പോൾ അതും നമുക്ക് വേറെ ഒരു സെക്ഷനിൽ എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലിമിറ്റ് വെച്ച് വാങ്ങുന്നത്. അപ്പം നോർമലി നിങ്ങൾ മാർക്കറ്റിൽ ഇട്ടങ്ങ് വാങ്ങിയാൽ മതി. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് 2731 രൂപയാണ്. അപ്പോൾ മാർക്കറ്റിൽ ഇട്ട് നമുക്ക് 9 ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും. ആ 9 ക്വാണ്ടിറ്റി അങ്ങ് വാങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങും കേട്ടോ. ലിമിറ്റ് മനസ്സിലായി. ഇനി സൈപ്പ് ടു ബൈ എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വാങ്ങും. പക്ഷേ ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്യാം, ലിമിറ്റ് തന്നെ ഇട്ടിട്ട് 2700 പ്രൈസ് ഇടുന്നു. ഇനി സൈപ്പ് ടു ബൈ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ പോയിട്ട് ഓർഡേഴ്സ് കണ്ടോ, ഓട്ടോമാറ്റിക് ആ ഓർഡേഴ്സ് എന്ന് പറയുന്ന വിൻഡോയിൽ വന്നു കഴിഞ്ഞ് ഈ ഓർഡേഴ്സ് എന്ന് പറയുന്ന വിൻഡോയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റും. ഹുണ്ടായി ഇവിടെ കാണാൻ പറ്റും. ആ ഓർഡർ 2700 ഓപ്പൺ ഓർഡറാണ് അവിടെ കിടക്കുന്നു, ഡെലിവറിയാണ്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല, കാരണം ഇപ്പോഴത്തെ പ്രൈസ് 2700 അല്ല. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അവിടെ ഓർഡർ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ ഞാനൊരു GTT ഓർഡർ ഇട്ട് ആ ഓർഡർ ഇട്ട് വെക്കാം. അത് 1 വർഷം വരെ വാലിഡിറ്റി ഉള്ള ഓർഡറാണ്. അപ്പം ഇവിടെ 3-4 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഓപ്പൺ, ഇപ്പോൾ ഉള്ള ഓപ്പൺ പൊസിഷൻ. ഓക്കെ, മെസ്സേജുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അത് നോക്കണ്ട കേട്ടോ. വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ക്ലോസ്ഡ് എന്നും പറഞ്ഞിട്ട്, അപ്പോൾ അതായത് ഈ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ഇതിപ്പോൾ എക്സിക്യൂട്ട് ആയിട്ടില്ല, പെൻഡിങ് ഓർഡറാണ്, അതാണ് ഓപ്പണിൽ കിടക്കുന്നത്. ഓൾ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്താൽ ഓപ്പണും പെൻഡിങ്ങും എല്ലാം ഇവിടെ കാണാൻ പറ്റും. അതായത് ഓപ്പണും പെൻഡിങ്ങും ക്ലോസ്ഡും കേട്ടോ, എക്സിക്യൂട്ടീവ് ആയതും ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ എടുത്തെടുത്ത് പഠിക്കുക. ഇനി ഇങ്ങനെ കുറേ ഉണ്ട്, ബാസ്ക്കറ്റ്, സ്ട്രാറ്റജി, GTT, അങ്ങനെയുള്ള സംഭവങ്ങൾ, SIP എല്ലാ ഓർഡറുകളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് GTT ഓർഡർ തന്നെ ഒന്ന് നോക്കിക്കളയാം. അപ്പോൾ ഇത് ഞാൻ GTTയിൽ ഇട്ട് വെക്കാം. ഓപ്പൺ ഓർഡറാണ്. ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ കണ്ടോ, ഇത് ക്യാൻസൽ ചെയ്യണം, മോഡിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ക്യാൻസലും ചെയ്യാം, മോഡിഫൈയും ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഓർഡർ മോഡിഫൈ ചെയ്യട്ടെ. ക്യാൻസൽ ചെയ്യണം, നേരെ ക്യാൻസൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. നേരെ മോഡിഫൈ ചെയ്യട്ടെ, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ പ്രൈസ് എനിക്ക് മാറ്റണം, അങ്ങനെ മാറ്റണമെങ്കിൽ അത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാം. ഇതിനാണ് മോഡിഫൈ എന്ന് പറയും കേട്ടോ. ലിമിറ്റ് ഓർഡറാണ്, അത് മാർക്കറ്റ് ആക്കണമെങ്കിൽ മാർക്കറ്റിൽ ക്ലിക്ക് ചെയ്യാം, ഡെലിവറി അങ്ങനെ ഉള്ള സംഭവങ്ങൾ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ആ ഓർഡർ ക്യാൻസൽ ചെയ്യാം. ബാക്ക് അടിച്ചപ്പോൾ ക്യാൻസൽ ബട്ടൺ വന്നു, ക്യാൻസൽ ചെയ്തിട്ട് ക്യാൻസൽ ഓർഡർ, യെസ്, ഓർഡർ ക്യാൻസലായി. ഇപ്പോൾ നോക്കിക്കേ, ഈ ഓപ്പൺ അതിന് മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ, ക്യാൻസലായി എന്നും പറഞ്ഞിട്ട് പോപ്പപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഓപ്പൺ ഓർഡർ ഇവിടെയാണ്, ക്ലോസ്ഡ് ഓർഡർ ഇവിടെയാണ് കണ്ടോ. ക്ലോസ്ഡ് ഓർഡർ, ക്ലോസ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്. പിന്നെ എക്സ്പ്ലോർ പോപ്പുലർ പിക്സ്, പോപ്പുലറായിട്ടുള്ള പിക്കുകൾ വേണമെങ്കിൽ ഇതാ ഇവിടെയൊക്കെ എങ്ങനെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ജിയോയും ടാറ്റ മോട്ടോഴ്സും IRFCയും ടാറ്റ സ്റ്റീലും സുസ്ലോണും NTPC, യെസ് ബാങ്ക് അല്ല, ഈ ജർമ്മൻ ബാങ്ക് മേടിച്ചത് ഞാൻ മറ്റൊരു അക്കൗണ്ട് ഇച്ചിരി വാങ്ങിയിട്ടിട്ടുണ്ട്. യെസ് ബാങ്ക് അധികം ഇല്ല, ഒരു 10-30,000 രൂപയ്ക്ക് വാങ്ങിയിട്ടിട്ടുണ്ട്. ഓക്കെ എന്തായാലും നമുക്ക് ഈ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. നമ്മൾ വീണ്ടും ഇങ്ങ് വരുന്നു. പോർട്ട്ഫോളിയോ ഞാൻ കാണിച്ചു, ഫണ്ട്സ് കാണിച്ചു, ഓർഡർ കാണിച്ചു, മൈ ലിസ്റ്റ് കാണിച്ചു. ഇതിലൊക്കെ ഓരോ ചെറിയ ചെറിയ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട്. ഇപ്പോൾ മൈ ലിസ്റ്റിൽ പോയിട്ട് നമുക്ക് വാച്ച് ലിസ്റ്റിൽ 2 സ്റ്റോക്കുകൾ, അത് ഞാൻ കാണിച്ചു തന്നു, എങ്ങനെ വാച്ച് ലിസ്റ്റ് ഇടാന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഫിൽറ്ററൊക്കെ ഉണ്ട്, നോക്കാം. ഓക്കെ, സോർട്ട് കറൻറ്റ് വാച്ച് ലിസ്റ്റ്, ഹൈ ടു ലോ, ഹൈ പോയിരിക്കുന്ന വെച്ച് ലോയിലേക്ക്, പേഴ്സൻറ്റേജ് വൈസ്, പ്രൈസ് വൈസ് ഹൈ ടു ലോ, ലോ ടു ഹൈ. പിന്നെ ആൽഫബറ്റിക്കലി നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും, A to Z ഓർ Z to A. പിന്നെ കസ്റ്റം, എഡിറ്റ് ലിസ്റ്റ്, അപ്ലൈഡ്, അങ്ങനെ കുറേ ഫിൽറ്റർ ഓപ്ഷൻസ് ഉണ്ട്. കൂടുതൽ സ്റ്റോക്ക് വരുമ്പോൾ ആ ഫിൽറ്റർ ഓപ്ഷൻ നമുക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ 360, ഇതൊരു വേറെ ഒരു ഫെസിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. F&O സെഗ്മെൻറ്റിലുള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നത്. ഞാൻ പിന്നീട് F&O സെഗ്മെൻറ്റ് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ സാധനം ശരിക്കും പറഞ്ഞാൽ ഒന്ന് പഠിക്കാനുണ്ട്. ഇവരുടെ 360 വളരെ ഫേമസ് ആണ് കേട്ടോ. ഇതുണ്ടോ കാണിക്കുന്നുണ്ടോ, ബൈ ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങനെ ഒരു ആരോയും കാര്യം, ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളി. അപ്പോൾ ഇതിന് തന്നെ പ്രത്യേക ക്ലാസ് നമുക്ക് വെക്കേണ്ടി വരും. ഓക്കെ, 360 ചാർട്ട് 360 ആണ്. അപ്പോൾ F&O ഞാനിതിൽ എനേബിൾ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും അത് തൽക്കാലം ഒഴിവാക്കുന്നു, നമുക്ക് പിന്നീട് ചെയ്യാൻ, നോ ഇഷ്യൂ. ഓക്കെ, ഹുണ്ടായി മോട്ടോഴ്സ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഡെപ്ത്ത്, ഈ ഡെപ്ത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയ്യേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും സംഭവങ്ങൾ കാണാൻ പറ്റും, കണ്ടില്ലേ. ബയ്യേഴ്സ്, സെല്ലേഴ്സ്, അതായത് ബിഡും ആസ്കും, അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും, പ്രൈസ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ സ്റ്റഡി ചെയ്യുക. ഇനി അലേർട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഈ അലേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അലേർട്ടിൽ ക്ലിക്ക് ചെയ്തു പ്രൈസ് എബോ, പ്രൈസ് ബിലോ നമുക്കിവിടെ കാണാം. പ്രൈസ് ബിലോ ഇവിടെ എമൗണ്ട് 2600 താഴെ പോയ അലേർട്ട് വരണം എന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ഇവിടെ എന്തെങ്കിലും നോട്ട്
നോട്ട് എന്താണ്, എന്തെങ്കിലും നോട്ട് എഴുതണമെങ്കിൽ നോട്ട് എഴുതാം. ഞാൻ ചെറിയൊരു ചുമ്മാ എഴുതുന്നു കേട്ടോ, ഹായ് ഒന്നും അല്ല, വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യം നമുക്ക് എഴുതണമെങ്കിൽ അവിടെ എഴുതാനാണ്. അതായത് ഈ അലേർട്ട് വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. സേവ് ചേഞ്ചസിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചേഞ്ചസിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഓൾറെഡി അത് അലേർട്ട് സെറ്റ് ചെയ്തു, അവിടെ ഒരു ടിക്ക് മാർക്ക് കാണാൻ പറ്റും. ഇനി ഈ ലെസ്സി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലെസ്സി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല അല്ലേ, അതങ്ങ് താഴേക്ക് പോകും. ഓക്കെ. ഇനി പൊസിഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ഓൾ പൊസിഷൻസ് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ അതെല്ലാം കാണിക്കും. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് കാണിക്കുന്നില്ല. ഇനി നമ്മൾ GTT ഓർഡറിലേക്ക് തന്നെ പോകുന്നു. അപ്പോൾ ഇതിൽ 2600 ഈ ഒരു ഭാഗം അല്ലേ. അപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റോക്ക് 2550 വേണം, 2550 വേണം. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ബൈയിൽ ക്ലിക്ക് ചെയ്തു, GTT ഓർഡർ കണ്ടോ അവിടെ ക്ലിക്ക് ചെയ്തു. ക്വാണ്ടിറ്റി 9 തന്നെ മതി. 10 ക്വാണ്ടിറ്റി മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ. 2550 ആകുമ്പോൾ 10 മേടിക്കാൻ പറ്റും. 10 ക്വാണ്ടിറ്റി 27,000 രൂപയാണോ? എൻ്റെ കയ്യിൽ 26 ഉള്ളൂ. ഓ ശരി എന്തായാലും ഓട്ടെ, 10 പോട്ടെ, 9 തന്നെ മതി. 9 ക്വാണ്ടിറ്റി. സ്റ്റോപ്പ് ലോസ്, സെല്ല്, ടാർഗറ്റ്, സെല്ലൊന്നും വേണ്ട, എനിക്ക് ബൈ ആണ് ഉള്ളി. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിൽ. ഞാനിപ്പോൾ ബൈ ആണ്, സിംപ്ലി ബൈ ആണ് കാണിക്കുന്നത്. 9 ക്വാണ്ടിറ്റി വേണം. ഇനി നമ്മുടെ പ്രൈസ് നീഡ് ഹെൽപ്പ്, ഇവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കണ്ടോ. 25% ഒരു സാധനം വരുന്നുണ്ട്. ഇഫ് പ്രൈസ് ഈസ് ബിലോ 2715, അതല്ല 2550 അല്ല ഞാൻ പറഞ്ഞേ, 2550. ഇവർ ഈ പേഴ്സൻറ്റേജൊക്കെ, ഈ പേഴ്സൻറ്റേജ് ഇപ്പോൾ വന്ന കണ്ടോ, അതായത് ഇപ്പോഴുള്ള വിലേനെ കഴിഞ്ഞ് 6% താഴെയാണ് ഈ വില, 2550. അതാണ് വന്നത്. ഞാനിത് വായിച്ചു നോക്കിയില്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പം കണ്ടപ്പം ജസ്റ്റ് അതാണല്ലോ വന്നത്. അത് വേണമെങ്കിൽ മാറ്റാം. 2500 കൊടുക്കുമ്പോൾ 8% താഴെ, ഇപ്പോൾ ഉള്ള പ്രൈസിനെ കഴിഞ്ഞ് 8% താഴെ. അപ്പോൾ അത് ആണ് അങ്ങനെ കേട്ടോ, 6% താഴെ. ഇനി സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നും കൊടുക്കുന്നില്ല. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൊടുക്കാം. 2550 വന്നിട്ട് നമുക്കൊരു 2000 രൂപയിലേക്ക് പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കണമെങ്കിൽ അത് കൊടുക്കാം. ടാർഗറ്റ് അതേപോലെ ഇപ്പോൾ ഒരു 3500 വിൽക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അത് രണ്ടും കൊടുക്കാം. ഞാനത് കൊടുക്കുന്നില്ല. മാർജിൻ MTF ഞാൻ ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നില്ല. ഡെലിവറി തന്നെയാണ്, ഇൻട്രാഡേ അല്ല, ഡെലിവറിയാണ്. GTT ഓർഡർ ആക്റ്റീവ് ടിൽ 24th സെപ്റ്റംബർ 2026. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ 24-ാം തീയതിയാണ് വീഡിയോ ചെയ്യുന്നത്. അല്ല 24-ാം തീയതി അല്ല, 25-ാം തീയതിയാണ് വീഡിയോ ചെയ്യുന്നത്. ഇത് 24 സെപ്റ്റംബർ, അടുത്ത വർഷം. അതായത് 365 ദിവസം വരെ ഈ ഓർഡർ ഇവിടെ കിടക്കും. അതിനുള്ളിൽ 2550 വന്നാൽ ഇതെനിക്ക് കിട്ടും. അത്രയേ ഉള്ളൂ അതിൻ്റെ ഇത് കേട്ടോ, അങ്ങനെ കിട്ടും. ഇനി സിപ്പ് ടു ബൈ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ GTTയിലേക്ക് ഓട്ടോമാറ്റിക്കലി പോയി. ഏത് വിൻഡോ? ഓർഡർ വിൻഡോ. അതിൽ നോക്കൂ, GTTയിൽ ഒരു ഓർഡർ കിടപ്പുണ്ട്. അത് ഇതാണ്, ഹുണ്ടായി മോട്ടോഴ്സ്. 2550 പ്രൈസ്. 2550 താഴെ വന്നാൽ എനിക്കിത് കിട്ടും, ഇല്ല കിട്ടൂല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ തന്നെ കണ്ടല്ലോ. അപ്പോൾ നമുക്കത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ പുതിയതായിട്ട് അക്കൗണ്ട് എടുത്തവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും മറ്റു ഓപ്ഷൻസും ഒക്കെ ഉപകാരപ്പെടും. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം കേട്ടോ. ഇനി നിലവിൽ അക്കൗണ്ട് എടുക്കുന്നവർക്കും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ ആ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ബ്രോക്കറേജ് എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്സ്റ്റോക്സ് 20 രൂപയാണ് ബ്രോക്കറേജ്. മാക്സിമം 20 rupees ഫോർ ഓൾ സെഗ്മെൻറ്റ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പോർട്ട്ഫോളിയോ കാണിച്ച് അത് ഒന്നും ആരും ബയ്യോ സെല്ലോ ഒന്നും എടുക്കരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ടല്ല കാണിച്ച്. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്, പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. പിന്നെ ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ എനിക്ക് ഇത് മാത്രമല്ല ഉള്ളത്, ഇതൊരു അക്കൗണ്ട് മാത്രമാണ്. വേറെ 5 6 അക്കൗണ്ട് വേറെ ഉണ്ട്. ഡിമാറ്റ് തന്നെ കേട്ടോ. മ്യൂച്വൽ ഫണ്ടിന് വേറെ അക്കൗണ്ടുകൾ കാര്യങ്ങളുണ്ട്. ഞാൻ ഇതിലും മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മ്യൂച്വൽ ഫണ്ടിന് ഞാൻ വേറെ അസറ്റ് പ്ലസും കാര്യങ്ങളുമാണ് കൂടുതൽ. കാരണം ഇതിലുള്ളത് കൊണ്ട് ഞാൻ അത് ചെയ്യുന്നു. കുറച്ച് പണ്ട് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് കാണണമെങ്കിൽ പോർട്ട്ഫോളിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല മ്യൂച്വൽ ഫണ്ടിൻ്റെ. ഹോമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മ്യൂച്വൽ ഫണ്ട് വിൻഡോ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഇവിടെ കാണാൻ പറ്റും. പോർട്ട്ഫോളിയോ ഇപ്പോൾ എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അത് 1 ഡേ റിട്ടേൺ താഴെയാണ്. അപ്പോൾ ടോട്ടൽ റിട്ടേൺ 48,000 സംതിങ് ഉണ്ട്. 24% റിട്ടേണിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന പോർട്ട്ഫോളിയോ. ഇപ്പോൾ 1.97 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെ അതുള്ള കാണാൻ പറ്റും നമുക്ക്. ടോപ്പ് പെർഫോമർ ഇവിടെ HDFC ഡിഫൻസ് ഫണ്ടാണ്. പണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണിത്. 129% ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ഫണ്ടിൻ്റെ സാധനങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ ആ പോർട്ട്ഫോളിയോയിലേക്ക് പോകുന്നില്ല.
ജസ്റ്റ് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ആണെങ്കിലും സ്റ്റോക്കിൻ്റെ ആണെങ്കിലും ഇത് മാത്രമല്ല എൻ്റെ പോർട്ട്ഫോളിയോ ഒരിക്കലും ബൈസ് ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല. എന്നാൽ ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ താഴേക്ക് പോയിട്ടൊക്കെയുണ്ടെങ്കിൽ ഞാൻ അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ETF ഒക്കെ വെച്ച് പ്ലെഡ്ജിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ എല്ലാവരും അങ്ങനെ അറിയത്തുണ്ടാവില്ല, അല്ലെ ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.